ക്ലാസ് സ്റ്റാർട്ട് ആയില്ലേ? ഇല്ലല്ല, ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടില്ല. ക്ലാസ് സ്റ്റാർട്ട് ആയില്ല. Good morning. Morning. Good morning, ma'am. 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 Okay, very good morning to all of you. The prayer എല്ലാം കഴിഞ്ഞോ? Prayer, signing, thought provoking. ഇല്ല, പ്രയർ കഴിഞ്ഞിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. Okay, you can നമ്മൾ കയറാൻ ഡിലേ ആയാലും you people can start your class. This is your flat platform. You have all the freedom to lead the class. Okay, fine. Okay, ആരാ ഇന്ന് prayer? Who is going to do? പ്രയർ ഞാനാണ്. ചിത്ര, right? യെസ്. ദൈവമേ കൈത്തൊഴാൻ കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം, നിർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം, നിർവരും സങ്കടം ഭസ്മമാക്കിയിടണം, ദുഷ്ടസംസർഗം വരാതെയാക്കിയിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. താങ്ക് യു. മിസ്, ഇന്ന് അപർണ മിസ്സിന്റെ ക്ലാസ് അല്ലായിരുന്നു മൺഡേയില്? യെസ്, അപർണ മിസ്സിന്റെ ക്ലാസ് ആണ്. ആക്ച്വലി മിസ്സിന്റെ സിസ്റ്ററുടെ കല്യാണമായിരുന്നു ഇന്നലെ. അപ്പൊ മിസ് ഇന്ന് ഇച്ചിരി തിരക്കാം, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് കയറി. Okay, fine. So, next thought for the day or signing. Yes. Good morning to all. I am Anushree. Thought of the day. If you fail, never give up, because fail means first attempt in learning. By Dr. APJ Abdul Kalam. Thank you. Okay, what's next? ആരാ സൈൻ ഇൻ ചെയ്യാൻ ആരുമില്ലേ? ക്ലാസ് വെൽക്കം ചെയ്യാൻ ആരുമില്ല? ചെയ്യാൻ പറ്റുമോ? അശ്രിത തന്നെയല്ലേ പേര്? ഞാൻ വായിക്കണം. വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുന്ന അശ്രിത. ക്യാൻ യു ഡു? വീഡിയോ കൊള്ളാലോ. ഓക്കെ, നോ പ്രോബ്ലം. ക്ലാസ്സിനെ ഒന്ന് വെൽക്കം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല മാം, അതെ വോയിസ് ഇറിറ്റേഷൻ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തേ. അതെയോ? ഓക്കെ ഓക്കെ. സൈൻ ചെയ്യാൻ പറ്റുമോ? ക്ലാസ്സിനെ ഒന്ന് വെൽക്കം ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെൽക്കം ചെയ്താ പോരെ മാം? അല്ല, സൈനിങ് ഇന്നലെ ഗ്രൂപ്പിൽ വേറെ ആളെ നെയിം ഇട്ടിട്ടുണ്ടായിരുന്നു.
ആണോ? ഓ, ചിലപ്പോ ജോയിൻ ആയിട്ടുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് അങ്ങനെ ജോയിൻ ആവും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. സോ അങ്ങനെ ഒരാൾ വന്നില്ലെങ്കിൽ എനിബഡി ക്യാൻ ഡു, പ്ലീസ് ഞാൻ ചെയ്യാം. പ്ലീസ് ഡു. Okay. Welcome to all. Welcome, Disha ma'am. Welcome my colleagues. Yes, prepared ആയില്ല ഞാൻ. നോ പ്രോബ്ലം. എന്നാലും അത് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയല്ലോ. ഓക്കെ. അല്ല, ഞാൻ വേറെ ദിവസം ചെയ്യാന്നാ വിചാരിച്ചു. ഇന്ന് വേറെ ആളുള്ളത് കൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പ്രിപ്പയർ ആയില്ല. പെട്ടെന്ന് ഇപ്പൊ ക്ലാസ് ജോയിൻ ചെയ്ത് അതിന്റെ ഇടയിൽ മോൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. സോ ലാസ്റ്റ് ക്ലാസ് നമുക്കൊരു ഹാഫ് ആൻ അവറേ കിട്ടിയുള്ളൂ. നിങ്ങളുടെ കൺഫ്യൂഷൻസ്, ഡൗട്ട്സ് എല്ലാം സാർ കയറിയപ്പോ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, നിങ്ങളുടെ കോഴ്സ് കണ്ടന്റ് റിലേറ്റഡ് നമ്മളുടെ എക്സാംസ്, ടോപ്പിക്സ്, അതുപോലെ തന്നെ അസൈൻമെന്റ്സ്, ആക്ടിവിറ്റീസ്, അത് റിലേറ്റഡ് ഡൗട്ട്സ് എന്തും ഞങ്ങളോട് ചോദിക്കാം. ഓൾ ദ ടീം ആർ റെഡി ഫോർ ദാറ്റ്. ഓക്കെ, നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞു തുടങ്ങി ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് അല്ലേ? അത് വായിക്കാൻ തുടങ്ങിയോന്ന് എനിക്ക് ഓർമ്മയില്ല. റീഡ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു അല്ലെ? നമുക്ക് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ആ ഒരു വെർബൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഈ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ വോയിസ് മോഡുലേഷൻ അതിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. അതായത് എൻഹാൻസ് ചെയ്യേണ്ട പോയിന്റ്സ് കുറച്ച് എൻഹാൻസ് ചെയ്ത് വായിക്കുമ്പോൾ, അതായത് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതി കണ്ടിട്ടില്ലേ? വെറുതെ ഒരു നോട്ട് വായിക്കുന്ന പോലെയാണോ നമ്മൾ കഥ പറയുന്നത്? കഥയിലെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആകും. നമ്മളുടെ ശബ്ദത്തിൽ വ്യത്യാസം വരും. വളരെ ശബ്ദം താഴ്ത്തി പറയേണ്ടടുത്ത് നമ്മൾ ശബ്ദം താഴ്ത്തി പറയും, ശബ്ദം ഉയർത്തി പറയേണ്ടടുത്ത് ഉയർത്തി പറയും. അതിലൊരു സിംഹം അലറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ശബ്ദം ഉണ്ടാക്കും അല്ലെ? അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യും നമ്മൾ പറയുന്നതിനനുസരിച്ച്. വെറുതെ വായിച്ചു പോവുകയാണെങ്കിൽ കുട്ടികൾ ഒട്ടും ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വോയിസ് മോഡുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വോയിസ് മോഡുലേഷൻ കറക്റ്റ് ആവുന്നവരെയാണ് ഒക്കെ ഈ റേഡിയോ, TV പ്രോഗ്രാമിലൊക്കെ ആങ്കർ ചെയ്യാനും അതുപോലെ തന്നെ അനൗൺസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ചേർക്കുന്നത്. കാരണം നമ്മൾ ഇപ്പം റേഡിയോ പ്രോഗ്രാം ആണെങ്കിലും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾക്ക് അവരുടെ വേ ഓഫ് ആ ഒരു പ്രസന്റേഷൻ, നമ്മൾ ആകെ അവരുടെ ഓഡിയോയെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കേൾക്കാൻ കാരണം അവരുടെ വോയിസ് മോഡുലേഷന്റെ പ്രത്യേകത തന്നെയാണ്. പണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ഈ ആകാശവാണിയിലെ ഒരു ബാലചന്ദ്രനും ആശാലതയും കൂടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു മോർണിംഗ് സമയത്ത്. 8:30 ആണെന്നാണ് എൻ്റെ ഓർമ്മ. പലരും ഓഫീസിലേക്ക് പോകുന്ന ടൈമാണ്. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് പലരും പറയുമായിരുന്നു അവരിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം ഇത് കേട്ട് പോവാനായിട്ട്. ഈവൻ വീടുകളിലും ചിലപ്പോൾ മോർണിംഗ് ആ ഒരു സമയത്ത് അമ്മമാരും കുട്ടികളെയും ഹസ്ബൻഡിനെയൊക്കെ വിടുന്ന ആ ഒരു ടൈം ആയിരിക്കും. അപ്പൊ ഇത് കേട്ട് കേട്ട് അവർക്ക് ഭയങ്കര ഒരു നമ്മളുടെ അടുത്ത് ഇരുന്ന് ആരോ പറയുന്ന അങ്ങനെ ഒരു ഫീൽ വരും. അങ്ങനെ പല പല പ്രോഗ്രാംസ് കേട്ടോ. നമ്മൾ വായിക്കുമ്പോഴും ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോഴും നമ്മുടെ വോയിസ് മോഡുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആ ഒരു യൂണിറ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ? കിട്ടി മാം. ഇല്ല മാം. കിട്ടി മാം. കിട്ടാത്തവർക്ക് കിട്ടും. കാരണം ഓരോന്നും അണ്ടർ പ്രോസസ്സിലായിരിക്കും. ഇങ്ങനെ അത് ചെയ്ത് ഓരോ ബാച്ച് ആയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. എനിവേ ഞാൻ PDF ഷെയർ ചെയ്യും. ഈവൻ ദോ PDF എന്ന് പറയുന്നത് നമുക്കൊരു റെഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് കാര്യവും ജസ്റ്റ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഔട്ട് ഓഫ് സിലബസ് എന്നൊരു കാര്യം ഇതിനകത്ത് വരുന്നില്ല. കാരണം നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ മെത്തേഡ് മനസ്സിലാവുള്ളൂ. നമുക്ക് തിയറി അല്ല പ്രധാനം. നമുക്ക് ആക്ടിവിറ്റി ഓറിയന്റഡും പിന്നെ നമ്മളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ കാഴ്ചപ്പാട്, ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുമല്ലോ, അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. യു ഹാവ് ടു ഷെയർ വിത്ത് ഓൾ. എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് ഒരുപോലെ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി വന്ന് ബെഗ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല വ്യൂസ് ആയിരിക്കും അല്ലെ? പല അഭിപ്രായമായിരിക്കും. ഒന്ന് പറയാമോ ആരെങ്കിലും? ഒരു കുട്ടി വന്ന് ബെഗ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹലോ മാം. Yes, please. Jijinas, please come.
എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് വെൽക്കം ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ നെയിം ചോദിക്കും. പിന്നെ ആ കുട്ടിക്ക് എന്താണ് അത്യാവശ്യം, എന്താണിത്, പിന്നെ സൗമ്യമായിട്ട് കൊഞ്ചിയിട്ട് കുട്ടിയോട് സംസാരിക്കും. ഓക്കെ, കുട്ടി വന്ന് നമ്മളോട് ഭിക്ഷ ചോദിക്കുവാണ് ഷിജിനാസ്, കൈ നീട്ടുക. സോ വാട്ട് യു വിൽ ഡു, എന്ത് ചെയ്യും? അപ്പോ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കും. ഹൗ, എങ്ങനെ? നമുക്ക് പറ്റാവുന്ന രീതിയിൽ എന്നുവെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ആ കുട്ടീനെ സൊല്യൂഷൻ വേണ്ടത് ആ രീതിയിൽ. വെരി ഗുഡ് ഷിജിനാസ്. ഷിജിനാസ് വളരെ വാംത്, വളരെ സ്നേഹം, അഫെക്ഷൻ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ്. എനിക്ക് കുറച്ച് മുമ്പേ ഷിജിനാസിനെ നല്ലപോലെ അറിയാം. സോ ദാറ്റ്സ് വൈ ഷിജിനാസ് വന്നപ്പോൾ തന്നെ, കാരണം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചു ഷിജിനാസ് ഏത് ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്തേക്കുന്നത്. സാർ എന്നോട് പറഞ്ഞിരുന്നു 17ലേക്ക് വരുന്നുള്ളത്. അപ്പം അങ്ങനെ ചോദിച്ചു. മറ്റേ ബാച്ചിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ആളെ കണ്ടില്ല. ഓക്കെ, എനിവേ ഷിജിനാസ്, ദിസ് ഇസ് യുവർ പ്ലാറ്റ്ഫോം. These all are your loved ones. So you can share many things to them because ഷിജിനാസ് നേരത്തെ ഈ പല സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ ഇവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഷിജിനാസിന്റെ ഗ്രൂപ്പിൽ. ഓക്കെ, ഷിജിനാസ് പറഞ്ഞത് ഷിജിനാസ് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സ്നേഹത്തോടു കൂടി പെരുമാറി പ്രശ്നങ്ങൾ മനസ്സിലാക്കും എന്നാണ് പറഞ്ഞത്. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നോട്ട് എനിത്തിങ് എൽസ്. ഹലോ മാം, ഞാനേ മാറിയപ്പോ ടീച്ചറിനോട് പറയാന് സാറിനെ ഏൽപ്പിച്ചിരുന്നു, എല്ലാ ടീച്ചർമാരോടും പറയാൻ ഏൽപ്പിച്ചായിരുന്നു. കുട്ടികൾ പറഞ്ഞ് ടീച്ചർമാരൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. ഓക്കെ, സാർ എന്നോട് ചോദിച്ചു ഏത് ബാച്ചിലേക്ക്. അപ്പൊ ന്യൂ ബാച്ച് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പുതിയ തുടക്കം അല്ലേ? യെസ് മാം, കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു. ആൻഡ് ക്ലാസ്സിൽ നിന്നും ജോയിൻ ആവണം കേട്ടോ, ലീവ് ആവരുത്. ഓക്കെ, ഓക്കെ. ഒരു കുട്ടി വന്നപ്പോ ബെഗ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? കഴിവതും ഇപ്പം ബസ്സിലോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കും. വോയിസ് ബ്രേക്ക് ആയി. അതുപോലെ തന്നെ പൊതുവെ കുഞ്ഞുങ്ങളൊക്കെ, എനിക്കൊരു മോളുണ്ട്. അപ്പം നമ്മൾ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റംസ് കയ്യിൽ എന്തെങ്കിലും കരുതും. ബാഗിലുള്ള അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഭയങ്കര ക്ഷീണിച്ചായിരിക്കുന്ന അവശതയാണെന്ന് നമുക്ക് ഒറ്റ കാഴ്ച തന്നെ മനസ്സിലാകും. അപ്പോൾ ബാഗിലിരിക്കുന്ന ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതാണ് പതിവ്. അതില്ലെങ്കിൽ മുട്ടായി ആയിട്ടാണെങ്കിലും ഒപ്പം നമുക്ക് പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പം കഴിവതും പൈസയും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മുട്ടായിയോ അങ്ങനെ കൊടുക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഓക്കെ, ഓക്കെ രേഷ്മ. രേഷ്മയ്ക്ക് മനസ്സിലായി. കുട്ടികളാവുമ്പോ എന്തായാലും അവർക്ക് വിശപ്പുണ്ടാവും, അവരെ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നു. മനസ്സിലായി അല്ലെ? ഓക്കെ, ഫൈൻ. സോ ഇനി എന്തെങ്കിലും? ഗുഡ് മോർണിംഗ് മിസ്. യെസ് പ്ലീസ്, ഗുഡ് മോർണിംഗ്. രേഷ്മ പറഞ്ഞ പോലെ നമ്മൾ അവരോട് സൗമ്യമായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സോ അല്ലെങ്കിൽ മോന് ദാഹിക്കുന്നുണ്ടോ മോൾക്ക് ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ അടുത്ത കടയിൽ നിന്ന് ചായയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് ഫാമിലിയെ പറ്റി ചോദിക്കാം. അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, അപ്പൊ അവരുടെ സാഹചര്യം ഫസ്റ്റ് മനസ്സിലാക്കാം. ഇപ്പം സ്കൂൾ ഏജ് ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാ മോൻ സ്കൂളിൽ പോവാത്തെ, അല്ലെങ്കിൽ ആന്റിയോ അല്ലെങ്കിൽ ആന്റി മറ്റുള്ളവരോട് ചോദിച്ചിട്ടോ മോനെ സ്കൂളിൽ കൊണ്ട് ചേർക്കാനുള്ള ഹെൽപ്പ് ചെയ്യട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. പിന്നെ നമ്മള് സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അനൂന കുട്ടിയുടെ എഡ്യൂക്കേഷൻ, കാരണം ഈ ഒരു പ്രായത്തിൽ പഠിക്കാതെ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളൊരു കൺസേൺ, അപ്പൊ ആ ഒരു ഫീല് വന്നു. സോ കുട്ടിക്ക് അത് ഏറ്റവും ബേസിക് നീഡ്സ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ഉള്ളതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് കുട്ടിയുടെ ബർത്ത് റൈറ്റ് ആണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. സോ എഡ്യൂക്കേഷൻ അവന് പ്രൊവൈഡ് ചെയ്യണമെന്ന് അനൂന് മനസ്സിലായി. ഓക്കെ, എനിവൺ എൽസ്? ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. നമ്മളിപ്പോ എവിടെ പോയാലും ഇഷ്ടംപോലെ കുട്ടികളെ കാണുന്നുണ്ട് ഇങ്ങനെ ബെഗ് ചെയ്യുന്നതും. ഈ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ കുട്ടികളെ കാണാറുണ്ട്.
നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മള് അടുത്തുള്ള ചാരിറ്റിക്കാരെ അറിയിക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ കണ്ടിട്ടാകുമ്പോ. അല്ലാണ്ട് നമുക്ക് എല്ലാ കുട്ടികളെയും ഒരുമിച്ച് പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ടൗണിൽ പോയപ്പോ ചെറിയ കുട്ടി മീൻസ് ഒരു 6-7 വയസ്സാണ്. എന്റെ കൂടെ ഉള്ള എന്റെ മോളുടെ സെയിം ഏജ് ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഭയങ്കര വിഷമാണ്. കാരണം നമ്മളെ മക്കള് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുകയും ചെയ്യും, അതിനേക്കാൾ കൂടുതൽ കളയുകയും ചെയ്യും. ഈ കുട്ടി ഇങ്ങനെ അത്രയും സത്യം പറഞ്ഞ കരഞ്ഞുപോയി ഞാൻ ഇങ്ങനെ കാണുമ്പോ. ആ കുട്ടിക്ക് ഞാൻ ചോദിച്ചു എന്താ മോനേന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ടാണ്, അമ്മേന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി എന്നോട് സംസാരിച്ചത്. എനിക്ക് ഇച്ചിരി ഭക്ഷണവും വെള്ളവും തരുമോന്ന് ചോദിക്കുമ്പോ സത്യം പറഞ്ഞ കരഞ്ഞുപോയി. കാരണം നമ്മളെ കുട്ടിയെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. കാരണം അവർക്ക് വേണ്ടുന്നതും വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു ഇങ്ങനെ മാംഗ്ലൂർ സൈഡിൽ നിന്ന് ആരോ ഇങ്ങനെ എന്താന്ന് ആ കുട്ടിക്ക് തന്നെ അറിയില്ല, പക്ഷെ ആ കുട്ടിയുടെ പ്രോപ്പർ പ്ലേസ് മാംഗ്ലൂർ ആന്നാ പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ നമ്മുടെ നാട്ടിലുള്ള കുറെ ചേട്ടന്മാരുണ്ടല്ലോ അവരെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ ഇങ്ങനെ കസ്റ്റഡിയിൽ ഇങ്ങനെ ഇവിടെ ഉണ്ട്, ഇപ്പോ ഞാൻ ടൗണിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എന്താ വേണ്ടെന്ന് വെച്ചാ പെട്ടെന്ന് ചെയ്തു കൊടുക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആ കുട്ടിയെ കൊണ്ടുപോയി എന്റെ മോൾ എന്നോട് പറയുന്നേ, അമ്മേ അവന് വിശക്കുന്നമ്മേ, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്നാ മോള് പെട്ടെന്ന് പറഞ്ഞത്. അത്ര ചെറിയ കുട്ടിക്ക് വരെ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോ കരച്ചിൽ വന്നുപോയി. പെട്ടെന്ന് തന്നെ ഞാൻ ഫുഡും വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തപ്പോ ടൗണില് പെട്ടെന്ന് അടുത്തുള്ള ചേട്ടന്മാരൊക്കെ വന്ന് അവര് എന്നെ ഇങ്ങനെ അവരെ ഫ്രണ്ട്സ് ഉണ്ട് പോലീസിലൊക്കെ ഉള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് മാംഗ്ലൂർ എത്തിച്ചു എന്നാ പറഞ്ഞത്. ഞാൻ പിന്നെ 2 ദിവസം കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്തപ്പോ പറഞ്ഞു മാംഗ്ലൂർ എത്തിച്ചു, പക്ഷെ ആ കുട്ടിയുടെ പാരന്റ്സ് ഇവരെന്തോ ആക്സിഡന്റോ അങ്ങനെ എന്തോ സംഭവിച്ച് പാരന്റ്സ് ഇല്ല, ജീവനോടെ ഇല്ല, ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ ഇങ്ങനെ ഇതുണ്ടല്ലോ കുട്ടികളെ അവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ, നമ്മള് ഇടക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ആ കുട്ടികളെ അവസ്ഥ. കാരണം ഞാൻ ചോദിച്ചു മോനെ എവിടെയാ താമസം എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ തന്നെയാന്ന് പറയുമ്പോ ഇങ്ങനെ ആ ബസ് സ്റ്റാൻഡിൽ തന്നെയാ കിടക്കുന്നേന്നൊക്കെ പറയുമ്പോ നമുക്ക് ശരിക്കും കരഞ്ഞു പോവും. കാരണം ഇഷ്ടംപോലെ എന്താ പറയാ കഞ്ചാവ് അങ്ങനത്തെ ഒക്കെ ആൾക്കാരുടെ കയ്യിൽ ആ കുട്ടി പെടാതിരുന്നത് തന്നെ വലിയ ഭാഗ്യമാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ 2 ദിവസം മുമ്പ് വരെ ഞാൻ ആ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് അന്വേഷിച്ചു, അവനെ വിളിച്ചോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ആരോടെങ്കിലും ഇങ്ങനെ ചോദിച്ചതാക്കി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവര് തന്നെ അങ്ങോട്ട് ഇങ്ങനെ അനാഥാലയത്തിൽ ചാരിറ്റിയുടെ കാര്യത്തിൽ അവര് നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അവര് തന്നെ ആ കുട്ടിയുടെ കാര്യങ്ങൾ ഇടക്കിടക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ് ആശ്രിത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആശ്രിതയുടെ ആ ഒരു നന്മയും തെളിമയൊക്കെയാണെന്നോ മോൾക്കും അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. മോള് പറഞ്ഞല്ലോ, മോൾക്ക് എത്ര വയസ്സായി? 8 വയസ്സായി. ഓക്കെ, സോ എംപതി, ദാറ്റ്സ് ഇറ്റ്. നമുക്കറിയില്ല കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ട് അല്ലെ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അവരെ കൊണ്ട് ഭിക്ഷയെടുപ്പിക്കുക, അങ്ങനെ വലിയൊരു റാക്കറ്റ് തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാഷ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ശരിയായ ഒരു രീതിയാണോ എന്നറിയില്ല. ശരിക്കും കുഞ്ഞുങ്ങൾ വരുമ്പോ വലിയ ആൾക്കാര് ഭിക്ഷയ്ക്ക് വരുന്ന പോലെയല്ല, കുട്ടികൾ വരുമ്പോ അതിന്റെ പുറകില് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അവരെ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് മയക്കിയിട്ട് ഭക്ഷണമൊന്നും കൊടുക്കാതെ ഈ ഭിക്ഷ യാചിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് ചെല്ലുമ്പോഴായിരിക്കും എന്തെങ്കിലും അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. അത് നല്ല ഫുഡൊന്നും ഹൈജീനിക് ആയിട്ടുള്ള ഫുഡൊന്നും ആയിരിക്കില്ല. അങ്ങനത്തെ പല പല അവസ്ഥകളിലുണ്ട് അല്ലെ. അപ്പൊ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ അസൈൻമെന്റ് തരുമ്പോ അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലോ AI-നോട് ചോദിച്ചാലോ ChatGPT-യോട് ചോദിച്ചാലോ ഒന്നും കാര്യമായ വിവരമൊന്നും അറിയില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം.
ഫ്രം യുവർ ഹാർട്ട്. ഇപ്പൊ ഒരു വെറുതെ ഒരു സിറ്റുവേഷൻ പറഞ്ഞേ ഉള്ളൂ, എല്ലാവരും എത്ര ഇമോഷണലി എത്ര എന്താ പറയാ ഒരു എമ്പതിയോട് കൂടിയാണ് കാര്യങ്ങൾ ഷെയർ ചെയ്തത് അല്ലെ. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ദെൻ ബാക്ക് ടു ക്ലാസ്. നമുക്കൊന്ന് ഞാൻ ഷെയർ ചെയ്യാം. പലർക്കും സംശയം ഉണ്ടാവും, ക്ലാസ് എന്താ എടുക്കുന്നത്, PDF കംപ്ലീറ്റ് ആവാതെ വരുമ്പോൾ ഭയങ്കര ഡൗട്ടാണ്, മീൻസ് ഒരു കൺഫ്യൂഷൻ വരും. അതൊക്കെ മാറും. കാരണം നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കേട്ടോ, ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നിങ്ങളായിരിക്കണം മെയിൻ റോള് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളിവിടെ സൈഡിൽ ഇരിക്കുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഇല്ല മാം, സ്റ്റാർട്ട് ആയിട്ടില്ല. Okay. So unit 1, that is modern concept of health, physical fitness and wellness. Health എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? Yes, please. ഹെൽത്ത് എന്ന് പറയുമ്പോൾ, ആരോഗ്യം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്. അസുഖമൊന്നുമില്ലാത്ത ശരീരം, പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ഒരു ശരീരം. ഓക്കെ, അസുഖമൊന്നുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ശരീരം എന്ന് ജിഷ പറഞ്ഞു. ഓക്കെ, ജിൻസ് എന്തോ പറയാൻ വരുന്നുണ്ടായിരുന്നു. പ്ലീസ് ജിൻസ്. ഇമ്മ്യൂണിറ്റി. സേതുലക്ഷ്മി. ഓക്കെ, ഇമ്മ്യൂണിറ്റി. നമുക്ക് ഇമ്മ്യൂണിറ്റി വേണം, എന്നാലാണ് അസുഖങ്ങളൊക്കെ വരാതിരിക്കുള്ളൂ അല്ലെ. ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യും അസുഖങ്ങൾ എന്തെങ്കിലും വരുമ്പോ. ഓക്കെ, ദെൻ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരുപോലെ ആയിട്ടുള്ള ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത് എന്നുള്ളത്, മെന്റലിയും ഫിസിക്കലിയും ഗുഡ് ആയിട്ടുള്ള ഹെൽത്ത്. ഓക്കെ ഓക്കെ, ബിസ്മിയ. ഞാൻ ഈ എഴുതിയിരിക്കുന്ന പേര് ഞാൻ വായിക്കുള്ളൂ, എനിക്ക് നിങ്ങളുടെ റിയൽ നെയിം ആണോ എന്ന് അറിയില്ല. സോ റിയൽ നെയിം ഞാൻ വിളിക്കണമെങ്കിൽ എല്ലാരും റിയൽ നെയിം പ്രൊഫൈലിൽ ഇട്ടോളണം കേട്ടോ. ഓക്കെ, യു ക്യാൻ സീ മൈ നെയിം, അതാണ് എന്റെ ഫുൾ നെയിം, ഒഫീഷ്യൽ. ഓക്കെ, സോ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല, മനസ്സിന്റെ ആരോഗ്യം കൂടെ പ്രധാനമാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാലാണ് പൂർണ്ണ ആരോഗ്യം എന്നാണ് ബിസ്മിയ പറഞ്ഞത്. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? അസുഖങ്ങളൊന്നുമില്ലാത്ത ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം അല്ലെ. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റാതെ വരും. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിൽ റെസ്ട്രിക്ഷൻ വരും. നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ കുറേ ചെയ്യുന്നുണ്ടാവും, അതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരും. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളും ഉണ്ടാവും, പ്രായമായവരും ഉണ്ടാവും, അവരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റാതെ വരും. നമ്മളുടെ ഈ ഒരു ഏജിലുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, കുട്ടികൾ നോക്കാനുണ്ടാവും, നമ്മുടെ മാതാപിതാക്കളും ഹസ്ബൻഡ് ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും നമ്മൾ നോക്കേണ്ടവർ തന്നെയാണ് ആ പാരന്റ്സ് എന്ന് പറയുന്നത്. അവരെ നോക്കാനുണ്ടാകും. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അസുഖം വന്ന്. ഓക്കെ രേഷ്മ. ഓക്കെ, ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ബാലൻസ് ചെയ്യണം അല്ലെ. നമ്മളുടെ റൊട്ടീൻ ഒരു ബാലൻസ് ആയിട്ട് പോകണം. അത് സമയത്തല്ലെങ്കിൽ ഒബിസിറ്റി, അമിതവണ്ണം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ അമിത ക്ഷീണം, വീക്ക്നെസ്, അതും വരാം സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ. കാരണം നമ്മളുടെ ബോഡിയുടെ അകത്ത് നിറയെ ഓർഗൻസ് ഉണ്ട്. പുറമേ കാണുന്ന ഓർഗൻസ് പോലെ തന്നെ ഇന്റേണൽ ഓർഗൻസ് ഉണ്ട്. ഇവർ കുറെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുഡ് വരണ ടൈം ആകുമ്പോൾ റെഡി ആയിരിക്കുന്ന കുറെ കെമിക്കൽ ആക്ഷൻസ് നമ്മുടെ ബോഡിക്ക് അത് നടക്കുന്നുണ്ട്. ആസിഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഫുഡ് വരണേ നോക്കി ഇവരിയ്ക്കും. കറക്റ്റ് ടൈം ആകുമ്പോൾ ഇവരങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഭക്ഷണം എത്തിയിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ഈ അസിഡിറ്റി, ഒഴിച്ചുതരട്ട്, ഗ്യാസ്, അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ വരുന്നത്. കാരണം അവര് ടൈമിൽ തന്നെ വർക്ക് ചെയ്യും, നമ്മൾ ടൈമിൽ ഭക്ഷണം അവിടെ എത്തിക്കുന്നില്ല. അപ്പൊ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് ബോഡിയിൽ എന്തായാലും നടക്കും. അത് ഇൻബാലൻസ് ആവും, പ്രശ്നങ്ങളാകും, നമുക്ക് അസ്വസ്ഥത വരും, നെഞ്ചരിച്ചിലോ വയറുവേദനയോ എന്തൊക്കെയോ പ്രശ്നങ്ങളാകെ വരും. ഓക്കെ, സോ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. കഴിഞ്ഞ ദിവസം അല്ല, കുറച്ച് നാളുകളായിട്ട് എനിക്ക് എന്റെ റൈറ്റ് ഹാൻഡിന്റെ റിസ്റ്റ് ഭയങ്കര പെയിൻ ആണ്. അപ്പോ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി. ആള് പറഞ്ഞു, ഞാനാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹസ്ബൻഡിനോട് പറഞ്ഞു എല്ലാം സ്വിഗ്ഗി ചെയ്യാൻ പറഞ്ഞു.
അതെനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിച്ച് നമുക്ക് അസ്വസ്ഥത തന്നെയാണ്. വൺസ് ഇൻ എ വൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നല്ല റെസ്റ്റോറന്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ കഴിക്കുമായിരിക്കും. ഞാൻ പുറത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് പെട്ടെന്ന് തന്നെ സ്റ്റൊമക്ക് അപ്സെറ്റ് വരും. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഇതുവരെ വയറിന്റെ അസ്വസ്ഥത വന്നിട്ടില്ല. പക്ഷെ എപ്പോ പുറത്തുനിന്ന് കഴിച്ചോ അപ്പൊ വരും. അപ്പൊ നമ്മൾക്ക് അതാണ്. അപ്പൊ നമ്മളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ളവരുടെയും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശ്രദ്ധിക്കണം. ചില വീട്ടമ്മമാർ അല്ലെങ്കിൽ ജോലിക്ക് പോണവരാണെങ്കിലും വീട്ടിലെ സ്ത്രീകൾ പൊതുവെ, മെയിനായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ പൊതുവെ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ ബാക്കി എല്ലാവരുടെയും നോക്കി സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാലൻസ് വരുന്ന ഫുഡ് ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു വേസ്റ്റ് ബിൻ പോലെ ആക്കി തീർക്കും. അപ്പൊ നമുക്ക് അസുഖങ്ങൾ വരാനായിട്ട് തുടങ്ങും. എനിക്കൊരു 45 വരെ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങള് ദൈവം സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 47 ഒക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും ഓരോന്നൊക്കെ പതുക്കെ തലപൊക്കാൻ തുടങ്ങി. കിഡ്നി സ്റ്റോണിന്റെ ഇഷ്യൂ വന്നു, കൈയുടെ ജോയിന്റ്സിന് ടെന്നീസ് എൽബോ വന്നു, ലെഫ്റ്റ് ഹാൻഡില്, റൈറ്റ് ഹാൻഡിന്റെ റിസ്റ്റില് പെയിൻ വന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പം നമ്മൾക്ക് നമ്മുടെ നോർമൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരും നമ്മൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോ. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണ്? ജസ്റ്റ് ആ ടൈറ്റിൽ ഒന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഹെൽത്തിനെ പറ്റി ഇനി ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സിലേക്ക് കിടക്കാം. ഇല്ല? ഓക്കെ ഫൈൻ. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? ഓൾറെഡി പറഞ്ഞു തോന്നുന്നു, ഇടയ്ക്ക് ഏതോ പോയിന്റിൽ അത് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുക, നമ്മൾ ശാരീരികമായി വളരെ ഫിറ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. യെസ്, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതിനുള്ള വേസ് എന്തൊക്കെയാ, മാർഗങ്ങൾ എന്തൊക്കെയാ? നടക്കുക, യോഗ ചെയ്യുക, ഡെയിലി നമ്മൾ നമ്മൾക്ക് വേണ്ടി 1 മണിക്കൂറെങ്കിലും സമയം ചെലവഴിക്കുക എന്നതാണ്. നടത്തമായിരിക്കാം, വാക്കിങ്ങിന് പോകുന്ന, യോഗ ചെയ്യാം, ഡാൻസിങ്, നമ്മളെ കൊണ്ട് പറ്റാവുന്നത് 1 മണിക്കൂർ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് എങ്കിലും ചെയ്യുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. നമ്മളുടെ ഏജിന് അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ശീലിക്കുക, അല്ലെ? അതല്ല ഉദ്ദേശം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വെൽനെസ് ആണ്. എന്താണ് ഈ വെൽനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരോഗ്യം. ഹെൽത്തും ആരോഗ്യല്ലേ? ഇതിന് വ്യത്യാസമുണ്ടോ? ഇല്ല. നന്നായിട്ടിരിക്കുക. നന്നായിട്ടിരിക്കുക അല്ലെ? മനസ്സും ശരീരവും നല്ല രീതിയിൽ സന്തോഷം, സമാധാനം, അല്ലെ? സുഖം, സന്തോഷം, സമാധാനം, വെൽഫെയർ എന്നൊക്കെ നമ്മൾ പറയണല്ലേ, ക്ഷേമം എന്ന് പറയുന്ന പോലെ അല്ലെ? അതായത് ഇപ്പോ വീടുണ്ട്, വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകാനുള്ള അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ വീട്ടിൽ ഒരു സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ നമ്മൾ വെല്ല എന്ന് പറയാൻ പറ്റും. നമുക്ക് ജോബ് ഉണ്ടെന്ന് വിചാരിക്കാം, പറയുവാണോ, നമുക്ക് ജോലി ഉണ്ടെന്ന് വിചാരിക്കാം, നല്ല സാലറി ഉണ്ട്, പക്ഷെ ഓഫീസിലാണെങ്കിൽ ഫുൾ ടെൻഷൻ, ബോസ് എപ്പോഴും ഫയർ ചെയ്യും, എപ്പോഴും വർക്ക് ലോഡ് കൂടുതൽ, ഒരു സമാധാനവും ഇല്ല. അവിടെ നമ്മൾ വെല്ലാണ്. നമുക്ക് സുഖം, സന്തോഷം, സമാധാനം ഇതെല്ലാം ഒരുമിച്ച് വേണം. നമ്മളുടെ വെൽ ബീയിങ്, നല്ല ജീവിതം, അതാണ് വെൽനെസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. വെൽനെസ് കുറേ ഏരിയകൾ ഉണ്ട് കേട്ടോ. വെൽനെസ്സിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് കുറേ ഉണ്ട്. അത് നമ്മളുടെ ഈ ഒരു PDF വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞുതരാം.
ഓക്കെ, സോ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. ഫസ്റ്റ് പാരഗ്രാഫും ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ബുള്ളറ്റ് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഹെൽത്തിനെ കുറിച്ചൊരു പാരഗ്രാഫും ഉണ്ട്. അവിടെ വരെ ആരാ വായിക്കുക? അതായത് വെൽ ബീയിങ് ഓൾസോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോയിന്റ് ഇല്ലേ, അവിടെ വരെ ആരാ വായിക്കുക? ഞാൻ വായിക്കാം മിസ്സേ. Health, physical fitness and wellness. It is the duty of all the individuals to care for and maintain a happy and worthy human life. This can be made possible only by paying consideration to wellness that includes health and physical fitness. Health. Health is a state of being identical with the freedom from disease and illness that includes a positive fundamental associated with quality of life and positive well-being also. നമ്മൾ ചെയ്യേണ്ട ഒരു കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഇൻഡിവിജ്വൽസും നമ്മളെ തന്നെ കെയർ ചെയ്യണം, നമ്മളുടെ ശരീരവും മനസ്സോട്ടും. അങ്ങനെ ഒരു ഹാപ്പി ആൻഡ് വർത്തി ഹ്യൂമൻ ലൈഫ്. നമുക്ക് കുറേ കാലങ്ങള് അസുഖങ്ങളൊക്കെ വന്ന് കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിക്കുന്നതാണോ നല്ലത്? അതായത് ലൈഫിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതാണോ നല്ലത്? നല്ല ക്വാളിറ്റിയോടുകൂടി ജീവിക്കുകയാണോ നല്ലത്? ക്വാളിറ്റിയോടുകൂടി നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫാണ് വേണ്ടത്, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ല. കുറെ കാലം ബെഡിൽ കിടന്ന്, കുറെ കാലം വീൽ ചെയറിൽ, കുറെ കാലം സ്ട്രെച്ചറിൽ, അങ്ങനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അങ്ങനെ കുറെ വർഷങ്ങൾ ജീവിക്കുന്നതിനേക്കാളും ക്വാളിറ്റിയോട് കൂടി ജീവിതം നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു ലൈഫ് സ്പാൻ, നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടി ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇത് എല്ലാം നമ്മളുടെ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, ഇതിൽ നിന്നും കാര്യമായി നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മൾക്കുള്ള ചില ബന്ധങ്ങൾ ഒട്ടും ഹെൽത്തി അല്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അത് നമുക്ക് ചെയ്യാം. മാക്സിമം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നമുക്കത് ഹെഡേക്ക് ആണ്. സോ എന്തിനാണ് ചില ഫ്രണ്ട്സ് ഉണ്ടല്ലേ, ഫ്രണ്ട്സ് നമുക്ക് പറയാൻ പറ്റുമെന്ന് തന്നെ സംശയം. അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ അവരെ എപ്പോഴും ഇങ്ങനെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കണം, അവരെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഇതിനകത്ത് നമ്മളുടെ സ്പേസ് ഇല്ലാതാവുകയാണല്ലേ. നമ്മളായിരിക്കുന്ന ഒരു സർക്കിളാണ് നമുക്ക് സന്തോഷം തരുന്നത്. അല്ലാതെ അവർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഫീൽ ചെയ്യൂ എന്ന് വിചാരിച്ച് അവരെ എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം, അവരെ പ്ലീസ് ചെയ്യണം. ആ രീതിയിലുള്ളൊരു ഫ്രണ്ട് ശരിക്കും നമുക്കൊരു ഡിസ്റ്റർബൻസ് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ബന്ധങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ, ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കും. മെന്റൽ ഹെൽത്ത്, നമ്മുടെ മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ അത് പുറത്തു കാണും അല്ലെ. ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊരു തലവേദനയായിരിക്കും. ചിലർ വൊമിറ്റ് ചെയ്യും, ചിലർക്ക് ഡയറിയ വരും, ലൂസ് മോഷൻ വരും, വയറിന് അസ്വസ്ഥത വരും, ഗ്യാസ് വരും. അപ്പൊ എന്തിനാ അങ്ങനെ ഒരു ടെൻഷൻ? ഓക്കെ, അപ്പൊ നമ്മളുടെ മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ വരുന്നത് നമ്മുടെ ശരീരം ആണ്. ആ സയൻസ് കാണിക്കുന്നത്, ശരീരം കാണിക്കും. ചിലർ പനി പിടിച്ചു പോകും, അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ വരും. പെയിൻ വരും ബോഡിയിൽ, അവിടെ ഇവിടെയൊക്കെ പെയിൻ, ഒരു കാരണവുമില്ലാതെ മനസ്സിനേക്കുന്ന ഈ ഒരു ആഘാതമായിരിക്കാം, ആ ഒരു ടെൻഷനായിരിക്കും. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം ഡിസീസ് ആൻഡ് ഇൽനെസ്, പല രീതിയിലുള്ള അസുഖങ്ങളിൽ നിന്നുള്ള ഒരു ഫ്രീഡം തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ വെൽനസ് ആയിട്ട് ഇത് കണക്റ്റഡ് ആണ്. ക്വാളിറ്റി ഓഫ് ലൈഫ്, ഒരു പോസിറ്റീവ് വെൽബീയിങ്, പോസിറ്റീവായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം ശരീരത്തിന്റെ ആരോഗ്യത്തിന് ന്യൂട്രിയൻസ് അടങ്ങിയ, പോഷകങ്ങൾ അടങ്ങിയ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ പ്രിഫർ ചെയ്യും. മനസ്സിന്റെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ അതുപോലെ ന്യൂട്രിയൻസ് പ്രിഫർ ചെയ്യാറുണ്ടോ? ഓക്കെ, അപ്പൊ മെന്റൽ ഹെൽത്തിന് ന്യൂട്രിയൻസ് എന്തൊക്കെയായിരിക്കും? പാട്ട് കേൾക്കാം, നല്ല ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടാം, പിന്നെ ഇടയ്ക്കൊക്കെ ഔട്ടിങ്ങിന് വെളിയിലോട്ടൊക്കെ പുറത്തൊക്കെ പോകാം. നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടത് മെഡിറ്റേഷൻ ചെയ്യാം. 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 നന്നായിട്ട് ഉറങ്ങുക.
നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ചെയ്യാം. കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും നല്ല ഹോബീസ് കണ്ടെടുത്താം, ലൈക്ക് ഗാർഡനിങ്, ചെറിയ ചെറിയ കൃഷികള്, അങ്ങനെ എന്തെങ്കിലും. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളെ ബിസിയാക്കി വെക്കുക. നമ്മളെ ബിസിയാക്കി വെക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏർപ്പെടാം. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നല്ല ഫ്രണ്ട്സുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ. അതായത് പോസിറ്റീവ് ന്യൂട്രിയൻസ് ആണ് നമ്മളിൽ മെന്റൽ ഹെൽത്തിന് കൊടുക്കുന്നത്. ലവ്, കെയർ, എംപതി, കാംനെസ്, പീസ്ഫുൾ, പിന്നെന്താ കമ്പാഷൻ, അഫെക്ഷൻ, ഇതെല്ലാം ഇതിൽ വരും. ഇതാണ് നമ്മളുടെ മെന്റൽ ഹെൽത്തിനുള്ള ന്യൂട്രിയൻസ്. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാം. അത് ഒന്ന് റീഡ് ചെയ്തോളൂ. അവിടെ ഫിസിക്കൽ വെൽനെസ് എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തുടങ്ങിയിരിക്കുന്നത്. ആ വെൽനെസ് മാറ്റി ഫിറ്റ്നസ് ആക്കുക. ഇവിടെ കണ്ടോ, ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അത് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ വെൽനെസ് എന്നുള്ളതാണ്. വെൽനെസ് മാറ്റി ഫിറ്റ്നസ് നോക്കുക. ഓക്കെ, അതാരെങ്കിലും റീഡ് ചെയ്തോളൂ. Physical fitness. Physical fitness is the ability to bring out daily tasks with the vigor, alertness, without undue weakness. It also may having ample energy to engage in leisure time activities and to handle the stress encountered in emergency situation. സോ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വിഗർ എന്ന് പറഞ്ഞാൽ എനർജി എന്നാണ് കേട്ടോ. നമുക്ക് വീക്ക്നെസ്, ക്ഷീണമൊന്നുമില്ലാതെ നമ്മള്, അതായത് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഏജിനും ഹെൽത്തിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കണ്ടുപിടിച്ച് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകുക എന്നുള്ളത്. നമുക്ക് ക്ഷീണമൊന്നുമില്ലാതെ നമ്മുടെ ഡെയിലി ടാസ്കുകൾ ചെയ്യാനായിട്ട് പറ്റണം. നമ്മളിപ്പോ വീട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ ജോലി സ്ഥലത്തും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു ക്ഷീണവും ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റണം. അതായത് ആവശ്യത്തിനുള്ള എനർജി നമ്മള് ലെഷർ ടൈം ആക്ടിവിറ്റീസിലും, അതായത് പാട്ട് കേൾക്കുക, ഡാൻസ് ചെയ്യുക, എന്തെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കുക, അങ്ങനെയുള്ള ലെഷർ ടൈം നമ്മുടെ ഫ്രീ ടൈമില്, നമ്മുടെ റിക്രിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഫ്രീ ടൈമിൽ വിനോദം പരിപാടികൾ, അതിലൊക്കെ നമുക്ക് എൻഗേജ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനും പറ്റുക. അതാണ് ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനും വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കുക. അപ്പൊ നമ്മൾ ഫിസിക്കലി ഫിറ്റ്, മെന്റലിയും ഫിറ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ആവുമ്പോഴാണ് സാധിക്കുക. നമുക്കറിയാം എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴും ഹാപ്പിനെസ് ഒന്നുമില്ല, അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ എപ്പോഴും ലൈഫിൽ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും, ചിലപ്പം വളരെ പ്രതീക്ഷയോട് കൂടി ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടാവും, അത് കിട്ടിയിട്ടുണ്ടാവില്ല. വീട്ടില് ആരെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് നഷ്ടപ്പെടും. തീരാ നഷ്ടങ്ങൾ സംഭവിക്കാം. ചില നഷ്ടങ്ങൾ നമുക്ക് വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് വീണ്ടെടുക്കാവുന്നതാണ്. പക്ഷെ ചില നഷ്ടങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടില്ല. അങ്ങനത്തെ നഷ്ടങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ഭയങ്കര വിഷമത്തിലാവൂലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ വരുമ്പോഴുണ്ടാകുന്ന സ്ട്രെസ്, ആ ഒരു ടെൻഷൻസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം നമ്മുടെ ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. ഓക്കെ, സോ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കമ്പണൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടെയ്ൻസ് കമ്പണൻസ് പറഞ്ഞിട്ട് താഴെയുണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വെൽനെസ്സിലേക്ക് പോവാം. കാരണം എന്താ വെച്ചാൽ വെൽനെസ്സിന് കുറെ ഡയമെൻഷൻസ് ഉണ്ട്. അത് നമുക്ക് ടെക്സ്റ്റിൽ ഇല്ല, അത് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പൊ അത് ഈ ഒരു ക്ലാസ്സിൽ പറ്റിയെന്ന് വരില്ല. കാരണം ഏകദേശം നമുക്കൊരു 10 ഡയമെൻഷൻസ് ഉണ്ട് വെൽനെസ്സിന്. ഈ 10 കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വെൽനെസ് എന്നുള്ള അതങ്ങ് വിട്ടിട്ട് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടെന്റ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ നിങ്ങൾ കണ്ടോ, കണ്ടെന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. യെസ്, ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞപ്പോ നമ്മളൊരു കാര്യം പറഞ്ഞു. അതായത് നമ്മൾക്ക്
ക്ഷീണമൊന്നുമില്ലാതെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നല്ല അലർട്ട്നെസ്സോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് പറ്റണം. അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, അപ്പൊ അതിന്റെ കണ്ടന്റ്സ് പലതും വരാം. സ്ട്രെങ്ത്, സർവൈവൽ, ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. നമുക്കറിയാം PT ഉഷ ഭയങ്കര സ്പീഡിൽ ഓടുന്നതായിരുന്നു. അവർക്ക് ധാരാളം അവാർഡുകളും അച്ചീവ്മെന്റ്സും കിട്ടിയിട്ടുണ്ട് അവരുടെ ആ ഒരു കഴിവിൽ, അവരുടെ സ്പീഡ് അല്ലെ. ഇപ്പൊ ആ ഒരു സ്പീഡ് എന്ന് പറയുമ്പോൾ അതൊരു സ്കില്ലാണ് അല്ലെ, ശരിക്കും ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തിന്റെ ഒരു സ്കില്ല് തന്നെയാണ് സ്പീഡ്. അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു അവരുടെ ബോഡി മൂവ്മെന്റ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അവർ ചെയ്യുന്ന റണ്ണിങ് ആണ്. അപ്പൊ ആ ഓട്ടം എന്നുള്ളത് വിത്തിൻ ഏറ്റവും കുറവ് സമയം കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി, ദാറ്റ് ഇസ് സ്പീഡ്. അതുപോലെ നമ്മൾ കാണാം നമ്മുടെ വീട്ടിലെ അമ്മമാര് കുറെ മിറ്റം ഉണ്ടാവുമായിരിക്കും, വിത്തിൻ ടൈം അവർ ആ മിറ്റം നല്ല ക്ലീൻ ആക്കുന്നു അല്ലെ. നമുക്ക് പെട്ടെന്ന് അത്രയും പറ്റിയെന്ന് വരില്ല. അതൊക്കെ അവരുടെ ഒരു സ്പീഡ് തന്നെയാണ്. ഡ്രസ്സ് വാഷ് ചെയ്യാൻ കൊണ്ടുപോകുന്നു, പെട്ടെന്ന് തന്നെ വളരെ വൃത്തിയായി വാഷ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മളുടെ ആ ഒരു പെർഫോമൻസ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാനതൊന്ന് സ്ക്രോൾ ചെയ്ത് വെക്കാം. ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കഴിയുമ്പോൾ നമുക്ക് വെൽനെസ് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഞാൻ കറക്റ്റ് 11:30 മൈൻഡ് PM മറന്നുമല്ല, എനിക്ക് ഇന്ന് 11:30 ഒരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ബുള്ളറ്റ് പോയിന്റ് പോലെ എഴുതിയിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് ഓരോരുത്തർക്ക് റീഡ് ചെയ്യാം. കുറച്ച് പേർക്ക് അധികം ചാൻസ് കിട്ടുള്ളൂ. യെസ് പ്ലീസ്. Content of physical fitness. Strength, first one. The health-related component of physical fitness that relates to the capacity of muscles to exert force. ഫസ്റ്റ് വൺ സ്ട്രെങ്ത്, കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയുമ്പോൾ ഏതെല്ലാം ഫാക്ടേഴ്സുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ പറയില്ലേ, നമ്മളുടെ മസിൽസിന് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ്. 10 kg റൈസ് ബാഗ് നമുക്ക് ക്യാരി ചെയ്ത് ഒരു 10 minutes നടന്ന്, ഇപ്പൊ ഷോപ്പിൽ നിന്നും വീട്ടിലേക്ക് 10 minutes വാക്കബിൾ ഡിസ്റ്റൻസ് ആണെന്നിരിക്കാം. നമുക്ക് ഒട്ടും ക്ഷീണമില്ലാതെ നമ്മൾ ആ 10 kg റൈസ് ബാഗ് കയ്യിൽ പിടിച്ച് വീട് വരെ എത്തിക്കാൻ പറ്റുന്ന നമ്മളുടെ ആ ഒരു മസിൽസ് ആണ് ആ ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നത് അല്ലെ. ആ മസിൽസിന്റെ ഒരു കപ്പാസിറ്റി, അതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നവരുടെ ആ ഒരു കപ്പാസിറ്റി. ഓക്കെ, ഇതും ഹെൽത്ത് റിലേറ്റഡ് കമ്പണന്റ് ആണ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ. ആ ഒരു കപ്പാസിറ്റി, മസിൽസിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു വലിയൊരു റോക്ക്, പാറക്കഷ്ണം നീക്കാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നു. അത് അയാളുടെ മസിൽസ്, അയാൾ എക്സേർട്ട് ചെയ്യാണ്, അയാളുടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അപ്പൊ മസിൽസ് ആണ് അവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ആ ഒരു കപ്പാസിറ്റിയാണ് ആ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് മസിൽസിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പണന്റ് ആണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ. Endurance, a health-related component of physical fitness that related to the muscle's ability to continue to perform without weakness. Yes. ഓക്കെ, എൻഡ്യൂറൻസ്. നമ്മള് ഈ ചില ജോലികൾക്കൊക്കെ കായികക്ഷമത പരിശോധന, ഫിസിക്കൽ ടെസ്റ്റ് നടത്താറുണ്ടല്ലേ. ഒന്ന് മലയാളത്തിൽ പറഞ്ഞ കേട്ടോ, ഫിസിക്കൽ ടെസ്റ്റ് നടത്താറുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ആക്ഷൻ അത് നമുക്ക് വിത്തൗട്ട് വീക്ക്നെസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നു. നമ്മളുടെ മസിൽസിന് അതിനുള്ള ഒരു എബിലിറ്റി, ആ ഒരു ഇത് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഈ മങ്കി ബാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാർക്കിലൊരു ചുമ്മാ റോഡ് കമ്പി ഇങ്ങനെ കാണാലോ, കുട്ടികൾ അതിന്റെ മുകളിലൂടെയൊക്കെ വരങ്ങൻ മരത്തിൽ കയറി ഇങ്ങനെ ചാടി പോകുന്ന പോലെയൊക്കെ. അതുകൊണ്ടാണ് അതിനെ മങ്കി ബാർ എന്ന് പേരിട്ടേക്കണേ. മങ്കി ബാറിലൂടെ കുറേ സമയം അല്ലെ, അവര് കുറേ സമയം അതിൽ കളിക്കും. അപ്പൊ നമ്മൾ ഒരു സ്റ്റാമിന എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അയാൾക്ക് അത്ര സ്റ്റാമിന ഉണ്ട്, ഇത്ര നേരം ആ കാര്യം ചെയ്തിട്ടും
അയാള് ക്ഷീണിച്ചില്ല എന്നൊക്കെ നമ്മൾ ആളുകളെ പറ്റി പറയില്ലേ, ദാറ്റ് ഇസ് എൻഡുറൻസ്. ആ ഒരു സ്റ്റാമിന, അതാണ് എൻഡുറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു കാര്യം കുറേ സമയം കണ്ടിന്യൂസ് ആയിട്ട് വിത്തൗട്ട് വീക്ക്നെസ് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് എൻഡുറൻസ്. ചില ഡാൻസ് പെർഫോമേഴ്സ് അവർ ചിലപ്പോൾ ഹാഫ് ആൻ അവർ അല്ലെ, ചിലർ ചിലപ്പോൾ 5 minutes കഴിയുമ്പോൾ ക്ഷീണിക്കുന്നവരുണ്ടാവാം. 10 minutes ചെയ്യാൻ പറ്റും, 20 minutes ചെയ്യാൻ പറ്റും. ചിലർ മണിക്കൂറുകളോളം ഡാൻസ് ചെയ്യുന്ന അങ്ങനെ ലിംക വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ കയറുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. സോ ദാറ്റ് ഇസ് എൻഡുറൻസ്. ആ ഒരു സ്റ്റാമിന Health-related conduct is physical strength that relates to the range of motion available at a job. Okay, flexibility. Health-related content of physical strength that relates to the range of motion available at a job. ചില ആളുകൾ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ ഭയങ്കര ഫ്ലെക്സിബിൾ ആ ബോഡി. പിന്നെ ഒളിമ്പിക്സിലൊക്കെ അത്ലറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതില്ലേ, അത് അവരുടെ ബോഡിയൊക്കെ റബ്ബർ ആണോ എന്നൊക്കെ നമുക്ക് തോന്നൂലേ. ബോഡി അത്രത്തോളം ഫ്ലെക്സിബിൾ ആണ്. അവർ പിന്നെ തലകുത്തി മറിഞ്ഞാലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് അവർ ബോഡി ബാലൻസ് ചെയ്ത് നിൽക്കും. പിന്നെ ഡാൻസേഴ്സ് ചിലരുടെ നല്ല മെയ്വഴക്കുണ്ടെന്ന് നമ്മൾ പറയില്ലേ, അത്രയും ഫ്ലെക്സിബിൾ ആണ്. ചിലർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നും, ചിലർ ചെയ്യുമ്പോൾ ബോഡി അത്രയും ഫ്ലെക്സിബിൾ ആകുന്നില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതും ഹെൽത്ത് റിലേറ്റഡ് ഒരു ഫിസിക്കൽ കമ്പണന്റ് ആണ്. ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് തന്നെയാണ്. നമ്മളൊരു ജോബ് ചെയ്യുമ്പോൾ അതിന്റെ മോഷൻ, നല്ല രീതിയിലുള്ള മൂവ്മെന്റ്, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അതിപ്പോ ഡാൻസ് തന്നെ ആവണമെന്നില്ല, എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതിനനുസരിച്ച് അങ്ങനെ തഴക്കവും വഴക്കും എന്നൊക്കെ പറയണ പോലെ, മീവഴക്കം എന്ന് പറയുന്ന പോലെ. നെക്സ്റ്റ് സ്പീഡ്. ഓൾറെഡി സ്പീഡിനെ കുറിച്ച് A skill-related component of physical strength that relates to the capacity to perform a movement within a short period of time. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സ്പീഡിനെ കുറിച്ച്. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ ഒരു കപ്പാസിറ്റി, നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് സ്പീഡ് എന്ന് പറയുന്നത്. Agility. A skill-related component of physical fitness that relates to the rapidly changing the position of the entire body in space with speed and efficiency. ഓക്കെ, എജിലിറ്റി, ഒരു ഗ്രേസ്ഫുൾനെസ് എന്നൊക്കെ പറയുന്ന പോലെ, ഭയങ്കര ഗ്രേസ് ആണെന്ന് പറയുന്ന പോലെ. ഈ പാടത്ത് കൃഷി ചെയ്യുന്നവര് ചിലപ്പോൾ ഒരു പ്രത്യേക താളത്തില് അവര് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഞാറ് നടുന്നതാണെങ്കിലും അങ്ങനെ അത് പറിച്ചെടുക്കുന്നതാണെങ്കിലും ഒക്കെ ഒരു പ്രത്യേക താളത്തിൽ ചെയ്യും അല്ലെ. അതുപോലെ തന്നെ ഫിഷർമെൻ, അവര് മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ അവർക്കും ഒരു പ്രത്യേക ഒരു താളം ഉണ്ടാവും. ഒരു ഗ്രേസ് ഉണ്ട്, കാണാൻ തന്നെ ഭയങ്കര രസം. പിന്നെ ഈ ലോറികളില് തടി കയറ്റുന്നത്, അവരപ്പോ ഒരു പാട്ടൊക്കെ പാടി ഒരു പ്രത്യേക രീതിയിലുള്ള ബോഡി മൂവ്മെന്റ്സ് ഒക്കെ ആയിട്ടായിരിക്കും ഇവർ ഈ തടി കയറ്റുന്നത്. ഡാൻസ് ചെയ്യുമ്പോൾ ചിലര് ഡാൻസ് ചെയ്യുമ്പോൾ, ശോഭനയൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കില്ലേ, ഒരു വല്ലാത്ത ഗ്രേസ് ആണെന്ന് പറയും. സോ ദാറ്റ് ഇസ് എജിലിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് പൊസിഷൻ, എൻ്റയർ ബോഡിയുടെ പൊസിഷൻ പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റുന്നത്, റാപ്പിഡ് ചേഞ്ച്. ഡാൻസിന്റെ മൂവ്മെന്റ്സ് നമുക്ക് കണ്ടറിയാലേ, പെട്ടെന്നായിരിക്കും അവരൊരു എക്സ്പ്രഷനിൽ നിന്ന് വേറൊരു എക്സ്പ്രഷനിലേക്കൊക്കെ മാറുന്നത്. അങ്ങനെ പെട്ടെന്ന് ബോഡി പൊസിഷൻ മാറ്റാൻ കഴിയുന്ന, സ്പീഡ് ആൻഡ് എഫിഷ്യൻസിയോടുകൂടി മാറ്റാൻ കളരിപ്പയറ്റ്, ഇത് യോഗ, പിന്നെ കരാട്ട, ഇതിലൊക്കെ ആ ഒരു ബോഡിയുടെ പൊസിഷൻ പെട്ടെന്ന് മാറുന്ന രീതിയിലല്ലേ. ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമായിരിക്കും. ദാറ്റ് ഇസ് ഒരു ഗ്രേസ് ഉണ്ട്, ദാറ്റ് ഇസ് എജിലിറ്റി. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, Coordination. A skill-related component of physical fitness that relates to the capacity to use the sense, such as sight and hearing, together with body parts in performing motor tasks evenly and accurately. നെക്സ്റ്റ് കോർഡിനേഷൻ. എല്ലാം ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവാന്ന് പറയുന്ന പോലെ, നമുക്ക് സെൻസസ്, അതുപോലെ തന്നെ നമ്മുടെ, അതായത് നമ്മുടെ സെൻസസ്, 5 സെൻസസ് നമുക്കുണ്ടല്ലേ. അതിലെ വിഷ്വൽ, സൈറ്റ്, അതുപോലെ തന്നെ കേൾക്കുന്നത്, ഹിയറിംഗ്, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി ബോഡി പാർട്സ് അത് ആ രീതിയിൽ ഒരുമിച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്ന
ഒരു കപ്പാസിറ്റിയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഈവൻലി ആൻഡ് ആക്യുറേറ്റ്ലി ഭരതനാട്യമൊക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ, അവരുടെ ഐ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ, കൈയും കാലും കണ്ണും എല്ലാം ഫേസിന്റെയും എല്ലാം ഒരുമിച്ച് എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യും. പറയും കുട്ടികൾ ചെറുപ്പത്തിലെ അങ്ങനെയുള്ള ഡാൻസ് ഫോംസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ട്രെയിൻഡ് ആകുവാണെങ്കിൽ അവർക്ക് ഒരു പെട്ടെന്ന് അവർക്ക് പഠിക്കാനായിട്ട് പറ്റും. അവരുടെ ബ്രെയിൻ കുറച്ചുകൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ആകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കിൽ റിലേറ്റഡ് ബോഡിയെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നു. ആ ഒരു കോർഡിനേഷൻ, ബോഡിയുടെ കൺട്രോളും കോർഡിനേഷനും ശരിയായ രീതിയിൽ നടക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോർഡിനേഷൻ. അപ്പൊ ഇത് കഴിഞ്ഞു. ഈ ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് വെൽനെസ് എടുക്കാം. അപ്പൊ ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് കൂടെ കഴിയുമ്പോൾ നമുക്ക് ടൈം ആവും. ഫിസിക്കൽ ഫിറ്റ്നസിനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, HRPF. സെക്കൻഡ് വൺ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, SRPF. തേർഡ് കോസ്മെറ്റിക് ഫിറ്റ്നസ്, CF. അപ്പൊ ഓരോന്നും ഇവിടെ പറയുന്നുണ്ട്. ഇത് ഓരോന്നും ഒന്ന് വായിക്കും. ഫസ്റ്റ് വൺ ആദ്യം വായിക്കും. Health related physical fitness, HRPF. It is the power or capacity to live a full and efficient life that one is capable of being. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മളുടെ പവർ അല്ലെങ്കിൽ കപ്പാസിറ്റി, നമുക്കൊരു ഫുൾ എഫിഷ്യന്റ് ലൈഫ്, ഒരു ക്വാളിറ്റി ലൈഫ് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു പവർ അല്ലെങ്കിൽ കപ്പാസിറ്റി. ഓക്കെ, സെക്കൻഡ് വൺ SRPF, skill related physical fitness, SRPF. This consists of those contents of physical fitness that have a relationship with enhanced performance in sports and motor skills. The elements are commonly defined as speed, agility, and coordination. ഓക്കെ, സോ മോട്ടോ സ്കിൽസ് അല്ലെങ്കിൽ സ്പോർട്സ്, നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്. മോട്ടോ സ്കിൽസ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ആണ് കേട്ടോ. മോട്ടോ സ്കിൽസ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ് SRPF. നമ്മുടെ സ്കിൽ റിലേറ്റഡ്, ചിലർ ഓട്ടം ആയിരിക്കും, ചിലർക്ക് ലോങ് ജമ്പ്, ഹൈ ജമ്പ്, അങ്ങനത്തെ ഇപ്പൊ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലും, ഖോഖോ, അങ്ങനെ പല പല രീതിയിലുള്ള സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഹോക്കി, അതിലായിരിക്കും അവരുടെ സ്കിൽ. അപ്പൊ ആ സ്കില്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ആണിത്. പിന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ്, ഗുസ്തി, അല്ലെ, അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ഡാൻസ്, ഇതെല്ലാം ഈ ഒരു SRPFുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് സ്പീഡ്, എജിലിറ്റി, ദാറ്റ് ഗ്രേസ്ഫുൾനെസ് നമ്മൾ പറഞ്ഞില്ലേ, ആൻഡ് കോർഡിനേഷൻ. ഒരു ഡാൻസ് നോക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ ആ ഒരു ഷോർട്ട് പീരീഡിൽ ആ ഒരു ഡാൻസ് ഫോം തീർക്കാനായിട്ട് പറ്റുക. അത് നല്ല ഭംഗിയോടുകൂടി ബോഡി മുഴുവൻ കോർഡിനേഷനോട് കൂടി ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് CF, Cosmetic fitness. CF, the term refers to the capacity to create beautiful physical fitness parameters. യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, ഹെൽത്ത് റിലേറ്റഡും സ്കിൽ റിലേറ്റഡും ഒക്കെ നമ്മൾ നോക്കി. നമ്മളൊക്കെ എപ്പോഴും ഔട്ടർ അപ്പിയറൻസ് അതൊരു ഇമ്പോർട്ടൻ്റ് തന്നെയാണല്ലേ. വളരെ നീറ്റായിട്ട് ഫേസൊക്കെ നല്ല ക്ലീൻ ചെയ്ത് കുളിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്നുള്ളതും, നമ്മളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മാച്ച് ആവുന്ന മേക്കപ്പ് എന്തും നമുക്ക് ചെയ്യാം. അതിന് യാതൊരു തെറ്റുമില്ല. അത് യൂസ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് പറ്റുന്നത് നോക്കുക. സ്കിന്നിന് ഇറിറ്റേഷൻ ആവുന്നതോ സ്കിന്നിനെ ഡള്ളാക്കുന്നതോ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ളതല്ല, അതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ദാറ്റ് ഇസ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. ദിവസവും കണ്ണാടിയിൽ നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, അല്ലെ? സെൽഫി എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതും ഇല്ല. എന്തുകൊണ്ടാ നമ്മളിത് ചെയ്യുന്നേ? നമ്മളെ കാണാൻ ഭംഗിയുള്ളത് കൊണ്ടല്ലേ. വി നോ ദാറ്റ് വി ഓൾ ആർ ബ്യൂട്ടിഫുൾ, അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, കോസ്മെറ്റിക് ഫിറ്റ്നസ് അതാണ് നമ്മളുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ്, നമ്മുടെ ബ്യൂട്ടി, ഇന്നർ ആൻഡ് ഔട്ടർ രണ്ടും നമ്മളുടെ
മനസ്സിന്റെ സൗന്ദര്യവും ശരീരത്തിന്റെ സൗന്ദര്യവും, ശരീരത്തിന് മാത്രം സൗന്ദര്യം ഉണ്ടായ കാര്യമില്ല, നമ്മുടെ മനസ്സിന് സൗന്ദര്യം ഉണ്ടാകുമ്പോഴാണ് അത് നല്ല സ്മൈലായിട്ടും നല്ല കണ്ണിനൊക്കെ ഒരു തിളക്കമൊക്കെ വരുന്നത് അല്ലെ. ആ ഒരു കണ്ണിലറിയാൻ പറ്റും നമ്മളുടെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയുന്നത്. സോ നമ്മളുടെ മനസ്സിന്റെ സൗന്ദര്യം വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആരുമായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക, പ്രോബ്ലം സോൾവിങ്, ദാറ്റ്സ് വെരി ഗുഡ്. ബട്ട് അതേസമയം കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാക്കി അത് ക്ലോസ് ചെയ്യാതെ പോകുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വഴക്ക് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, സോ സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇത് ചെയ്യിക്കും, വെൽനസ്സും പിന്നെ കുറച്ച് കാര്യങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ, വാക്കിംഗ്, റണ്ണിങ്, സ്വിമ്മിങ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ ഫിസിക്കലി ഫിറ്റ് ആവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്. നടക്കുക, ഓടുക, നീന്തുക, വെയിറ്റ് ട്രെയിനിങ്, ബോഡി സ്ട്രെച്ചിങ്, ഇതൊക്കെ വരും. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതിൻ്റെ ഒപ്പം തന്നെ വെൽനസിന്റെ 10 ഡയമെൻഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ സൈൻ ഔട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ്. Thank you, ma'am. Okay then, bye. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.